ഇന്ന് മെയ് 25 ലോക തൈറോയിഡ് ദിനം. ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള തൈറോയിഡ് ഗ്രന്ഥി കഴുത്തിന്റെ മുൻഭാഗത്തായി വോയിസ് ബോക്സിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശരീരത്തിന്റെ വളർച്ചയിലും ഉപാപചയ പ്രവർത്തനങ്ങളിലും നിർണായക പങ്കുവഹിക്കുന്ന ഒരു ഗ്രന്ഥി കൂടിയാണ് തൈറോയിഡ്. ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുന്ന ഏതു മാറ്റവും ശരീരത്തിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. തൈറോയിഡ് ഗ്രന്ഥിയുടെ തകരാറുകൾ മൂലം രക്തത്തിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് വളരെ കുറയുകയോ കൂടുകയോ ചെയ്യാം. തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ് ഹൈപ്പോ തൈറോയിഡിസം. വിവിധ തൈറോയ്ഡ് രോഗങ്ങളെ സൂചിപ്പിക്കുന്ന നിരവധി ലക്ഷണങ്ങളുണ്ട്. കൃത്യമായി തിരിച്ചറിഞ്ഞ് ഫലപ്രദമായ ചികിത്സ സ്വീകരിച്ചാൽ പൂർണ്ണമായും പ്രതിരോധിച്ച് നിർത്താൻ കഴിയുന്ന ഒരു അസുഖമാണ് ഇത്. ലക്ഷണങ്ങൾ: 1. കഴുത്തിൽ നീർക്കെട്ട്, മുഴ പോലെ കാണപ്പെടുക, ശബ്ദം അടയുക. 2. പേശികളിൽ ഉണ്ടാകുന്ന വേദന. 3. ക്ഷീണം പല രോഗങ്ങളുടെയും ലക്ഷണമാണ്. എന്നാൽ തൈറോയ്ഡ് ഹോർമോണുകളുടെ പ്രവർത്തനം കൂടിയാലും കുറഞ്ഞാലും ക്ഷീണം അനുഭവപ്പെടുന്നു. 4. ശരീരഭാരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ. ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണുകൾ കൂടിയാൽ നമുക്ക് ശരീരഭാരം കുറയും. ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹോർമോൺ കുറഞ്ഞാൽ നമുക്ക് ശരീരഭാരം കൂടും. അപ്പോൾ ഇതാണ് ശരീരഭാരത്തിലുള്ള വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത്. 5. കൊളസ്ട്രോൾ. 6. അമിതമായ ഉത്കണ്ഠ, വിഷാദം എന്നിവ. 7. ഹൈപ്പോ തൈറോയിഡിസം ആണ് കൂടുതലായിട്ടും സ്ത്രീകൾക്ക് കാണുന്നത്. അപ്പോൾ ഈ ഹൈപ്പോ തൈറോയിഡിസം വരുന്നതിന് ഒരു മെയിൻ സിംറ്റം എന്ന് പറയുന്ന ഇറഗുലർ പീരീഡ്സ് ആണ് സ്ത്രീകളിൽ. 8. ദീർഘകാലമായിട്ടുള്ള മലബന്ധം, വയറിളക്കം. 9. തലമുടി, ചർമ്മം എന്നിവയ്ക്കുള്ള ഒരു പ്രശ്നങ്ങളാണ്. ചില ആൾക്കാർക്ക് തലമുടി ഇടയ്ക്കിടെ പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ ചർമ്മം വരണ്ടു പോവുക, അല്ലെങ്കിൽ ചർമ്മം കട്ടിയുള്ളതായും വരണ്ടതായൊക്കെ കാണപ്പെടുന്നത്, ദുർബലമായിട്ട് ശരീരം തോന്നും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ചെറുതായിട്ട് തൊട്ടാൽ പോലും നല്ല വേദന, അല്ലെങ്കിൽ പെട്ടെന്ന് റെഡിഷ് ആവുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരിക. അപ്പോൾ ഇത് ഇമേൽ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ മുകളിൽ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. കാരണം കൺസൾട്ട് ചെയ്താൽ മാറുന്ന ഒരു അസുഖമാണിത്. അത് മാത്രമല്ല, നമുക്ക് ഈ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ തന്നെ അയഡിൻ അടങ്ങിയ ഫുഡ്സ് കഴിക്കുമ്പോഴും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ടാബ്ലറ്റ് എടുത്ത് വൈറ്റമിൻ ഡി നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴും, പഴങ്ങൾ, പച്ചക്കറി എന്നിവ കഴിക്കുമ്പോഴും, സ്മോക്കിംഗ് ഉള്ളവർ അത് കുറയ്ക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു അസുഖത്തിനെ നമുക്ക് മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വേൾഡ് തൈറോയ്ഡ് ഡേ.